ഹലോ ഓൾ. ലൈഫിൽ ഒരിക്കൽ പോലും സ്വന്തമായിട്ടൊരു പശുവിനെ വളർത്തിയിട്ടില്ലാത്ത പലരുടെ മൈൻഡ് മാറ്റുന്നൊരു ബ്രീഡാണ് പുങ്കാനൂർ. നമ്മുടെ നാട്ടിലെ പരമ്പരാഗതമായിട്ടുള്ള കന്നുകാലി വളർത്തൽ എന്നൊരു കോൺസെപ്റ്റിനെ അപ്പാടെ മാറ്റിമറിക്കുന്നൊരു ബ്രീഡാണിത്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും പുങ്കാനൂർ പശുവിനെ ഒരു പെറ്റായിട്ട് വളർത്താനാണ് കൂടുതൽ ഇഷ്ടം. ഇനി വീഡിയോയിലുള്ള പശുക്കുട്ടിയുടെ കാര്യം പറയാം. ഇത് 6 മാസം പ്രായമുള്ള വെച്ചൂരിൻ്റെയും പുങ്കാനൂരിൻ്റെയും ക്രോസ് കിടാവാണ്. ഓണറിൻ്റെ ആവശ്യപ്രകാരം വെച്ചൂർ പശുവിൽ പുങ്കാനൂരിൻ്റെ സെമൻ ഇൻസെമിനേറ്റ് ചെയ്യുകയായിരുന്നു. ഈ പശുക്കുട്ടിയെ കണ്ട സന്തോഷത്തിൽ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ ഇൻസെമിനേറ്റ് ചെയ്ത പശുവിൻ്റെ കുട്ടിയാണിത്. അന്ന് ഈ കുട്ടിയെ പ്രസവിച്ച സമയത്ത് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോവേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കാണാൻ സാധിച്ചില്ലായിരുന്നു. ഇപ്പോൾ ഈ പശുക്കുട്ടിക്ക് 6 മാസം പ്രായമായിട്ടുണ്ട്. ഈ വീഡിയോ എടുത്തത് ഇതിൻ്റെ അമ്മ പശുവിൻ്റെ നെക്സ്റ്റ് ഇൻസെമിനേഷന് വേണ്ടി പോയപ്പോഴാണ്. പുങ്കാനൂർ പശുക്കൾക്ക് ഏകദേശം 97 സെൻറ്റിമീറ്റർ വരെയും കാളകൾക്ക് 107 സെൻറ്റിമീറ്റർ വരെയും ഹൈറ്റ് വരുന്നുണ്ട്. വൃന്ദ എന്ന് വിളിപ്പേരുള്ള ഈ പശുക്കുട്ടി ഫുൾ ടൈം വീടിനകത്ത് തന്നെയായിരിക്കും, പ്രത്യേകിച്ചും അടുക്കളയിൽ. അതാണ് അവളുടെ ഫേവറേറ്റ് സ്ഥലം. ഏതായാലും ഞാനും ഇപ്പോൾ വൃന്ദയുടെ ഫാനായിട്ടുണ്ട്. എനിക്കും വൃന്ദയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കും വൃന്ദയെ ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. വൃന്ദയെ നീട്ടി വിളിച്ചപ്പോഴത്തേക്ക് എന്നെ വിളിച്ചോ എന്നുള്ള മട്ടിൽ പതുക്കെ നടന്നു വരാനായിട്ട് തുടങ്ങി. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കണ്ട. താങ്ക്